വാർത്തകൾ വിശദമായി. അസാധുവായ നോട്ടുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിനും സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നു. 5000 രൂപയിലേറെ തുക ഒരു തവണ മാത്രമേ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനാകൂ. ഇനി മുതൽ അസാധു നോട്ടുകൾ നിക്ഷേപിക്കാൻ എത്തുന്നവർ പണത്തിന്റെ ഉറവിടവും വെളിപ്പെടുത്തണം. KYC മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള അക്കൗണ്ട് ഉടമയ്ക്ക് മാത്രമേ പഴയ നോട്ടുകൾ നിക്ഷേപിക്കാനുമാകൂ. ഡിസംബർ 30 വരെയാണ് നിയന്ത്രണങ്ങളോടുകൂടിയ പഴയ നോട്ടുകൾ നിക്ഷേപിക്കാൻ അവസരമുള്ളത്. അസാധുവായ നോട്ടുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഈ മാസം 30 വരെയാണ്. ഇതിനിടയിലാണ് ഈ നിക്ഷേപങ്ങൾക്കും സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നത്. ഇനി മുതൽ 5000 രൂപയിലേറെയുള്ള അസാധു നോട്ടുകൾ ഒരു തവണ മാത്രമേ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനാകൂ. ഉയർന്ന തുക നിക്ഷേപിക്കാനെത്തുന്നവർ ഇത്രയും നാളും എന്തുകൊണ്ടാണ് നിക്ഷേപിക്കാതിരുന്നതെന്ന വിശദീകരണവും പണത്തിന്റെ ഉറവിടവും ബാങ്കുകളിൽ നൽകണം. ഉപഭോക്താവ് നൽകുന്ന വിശദീകരണം തൃപ്തികരമെങ്കിൽ മാത്രമേ ബാങ്കുകൾ ഇനി മുതൽ പണം സ്വീകരിക്കൂ. ഇതിനായി ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് നിക്ഷേപകരെ ചോദ്യം ചെയ്യാനുള്ള അവസരവും ഉണ്ടാകും. KYC മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള അക്കൗണ്ട് ഉടമയ്ക്ക് മാത്രമേ ഇനി മുതൽ പഴയ നോട്ടുകൾ നിക്ഷേപിക്കാനാകൂ. അതേസമയം 5000 രൂപയിൽ താഴെയുള്ള പഴയ നോട്ടുകൾ എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം. പുതിയ നോട്ടുകൾ എത്ര നിക്ഷേപിക്കുന്നതിനും തടസ്സമില്ല. ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കള്ളപ്പണ നിക്ഷേപം വർദ്ധിച്ചതോടെയാണ് നിബന്ധനകൾ ശക്തിപ്പെടുത്തുന്നതെന്നാണ് സർക്കാർ വിശദീകരണം. എന്നാൽ നേരത്തെ നൽകിയ ഇളവുകളിൽ ഇപ്പോൾ നിയന്ത്രണം കടുപ്പിക്കുന്നത് പ്രതിപക്ഷ വിമർശനത്തിന് ആക്കം കൂട്ടാനേ വഴിവെക്കൂ. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഈ സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ പലിശ നിരക്ക് കുറച്ചു. നിലവിലെ 8.8% നിന്ന് 8.65% നിരക്ക് കുറച്ചത്. EPFOയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസിന്റെ യോഗത്തിലാണ് തീരുമാനം. EPFൽ അംഗങ്ങളായ തൊഴിലാളികളുടെ നിക്ഷേപത്തെ കാര്യമായി പുതിയ തീരുമാനം ബാധിക്കും. എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ അംഗങ്ങളായ 4 കോടിയിൽ പരം തൊഴിലാളികളുടെ നിക്ഷേപത്തെ ഗുരുതരമായി ബാധിക്കുന്നതാണ് പുതിയ തീരുമാനം. നിലവിലെ 8.8% നിന്ന് 8.65% പലിശ നിരക്ക് കുറച്ചിരിക്കുന്നത്. ചെറു നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്കുകൾ 3 മാസത്തിലൊരിക്കൽ പരിഷ്കരിക്കുന്ന രീതി തുടങ്ങിയതും ഈ സാമ്പത്തിക വർഷമാണ്. നേരത്തെ നടപ്പ് സാമ്പത്തിക വർഷം തുടക്കത്തിൽ EPF പലിശ 8.8% നിന്ന് 8.7% തീരുമാനിച്ചിരുന്നെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് നീക്കം ഉപേക്ഷിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് EPF നിരക്ക് കുറച്ചിരിക്കുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസിന്റെ യോഗത്തിലാണ് തീരുമാനം. കിസാൻ വികാസ് പത്ര, സുകന്യ സമൃദ്ധി തുടങ്ങിയ നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്കുകളും നേരത്തെ കാര്യമായി കുറച്ചിരുന്നു. PPFന് നൽകുന്ന പലിശ 8%. സീനിയർ സിറ്റിസൺ സ്കീമിനാകട്ടെ 8.5% മാത്രവും. ഇതിന് പിന്നാലെയാണ് 2016-17 സാമ്പത്തിക വർഷത്തിലെ എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലും പലിശ നിരക്ക് കുത്തനെ കുറച്ചത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നും സഹകരണ മേഖലയെ രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഈ മാസം 29-ന് LDF സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല വിജയിപ്പിക്കണമെന്ന് CPM. രാജ്ഭവന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന മനുഷ്യച്ചങ്ങല ആലപ്പുഴ വഴി കാസർഗോഡ് ടൗൺ വരെ ഉണ്ടാകും. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായ മുന്നറിയിപ്പായിരിക്കും സമരമെന്നും CPM പ്രസ്താവനയിൽ വ്യക്തമാക്കി. സീനിയോറിറ്റി മറികടന്ന കരസേനാ മേധാവിയായി ബിപിൻ റാവത്തിനെ നിയമിക്കാനുള്ള തീരുമാനത്തിനെതിരെ CPM. സീനിയോറിറ്റി അട്ടിമറിച്ചുകൊണ്ടുള്ള നിയമനം സംശയാസ്പദമെന്ന് CPM PB അഭിപ്രായപ്പെട്ടു. സേനയിൽ രാഷ്ട്രീയ ഇടപെടൽ അനുവദിക്കാനാകില്ലെന്നും PB വ്യക്തമാക്കി. കരസേനാ മേധാവിയായ ജനറൽ ദൽബീർ സിംഗ് സുഹാഗ് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്തിനെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. സീനിയോറിറ്റി കൂടുതലുള്ള ലഫ്റ്റനന്റ് ജനറൽമാരായ പ്രവീൺ ബക്ഷിയെയും PM ഹാരിസിനെയും മറികടന്നാണ് ബിപിൻ റാവത്തിനെ നിയമിക്കുന്നത്. സീനിയോറിറ്റിയും കീഴ്വഴക്കങ്ങളും ലംഘിച്ചുള്ള നിയമനം ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അഭിപ്രായപ്പെട്ടു. നിയമനത്തിൽ രാഷ്ട്രീയ കൈകടത്തൽ ഉണ്ടായതായി സംശയിക്കുന്നുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. The Modi government has bypassed the established procedure, which is that the senior most automatically becomes the chief. And in departing from this procedure, it is setting a precedent which certainly raises questions about its own motivation to take such a step. സേനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സീനിയോറിറ്റി അട്ടിമറിച്ച് നടത്തിയ നിയമനം സേനയുടെയോ രാജ്യത്തിന്റെയോ താല്പര്യം അനുസരിച്ചാണെന്ന് തോന്നുന്നില്ലെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. പുതിയ കരസേനാ മേധാവിയുടെ നിയമനത്തിനെതിരെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകൾ തുടരുന്നു. CPM DYFI പ്രവർത്തകനായിരുന്ന വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 11 RSS പ്രവർത്തകർക്ക് ഇരട്ട ജീവപര്യന്തം. ഒരു പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി വിഷ്ണുവിന്റെ കുടുംബത്തിന് 3 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനും വിധിച്ചു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2008-ൽ നടന്ന വിഷ്ണുവധ കേസിൽ ആകെ 13 പേരെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി വിധിച്ചത്.
CPIM വഞ്ചിയൂർ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ നേതാവുമായിരുന്ന തിരുവനന്തപുരം വഞ്ചിയൂർ സ്വദേശി VV വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വിധിച്ചത്. കേസിൽ ആകെയുള്ള 16 പ്രതികളിൽ 16ാം പ്രതിയായ സന്തോഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടു. ഒരു പ്രതി ഇപ്പോഴും ഒളിവിലാണ്. കേസിലെ 3ാം പ്രതിയായ രഞ്ജിത്ത് കൊല്ലപ്പെട്ടു. ബാക്കി 13 പ്രതികളിൽ 11 പേർക്കും കോടതി ഇരട്ട ജീവപര്യന്തവും 55,000 രൂപ വീതം പിഴയും ശിക്ഷ വിധിക്കുകയായിരുന്നു. 1ാം പ്രതി കൈതമുക്ക് സ്വദേശി RSS ജില്ലാ കാര്യവാഹക കൂടിയായ സന്തോഷ്, RSS ഭാരവാഹികളായ 2ാം പ്രതി കേരളാദിത്യപുരം സ്വദേശി കക്കോട്ട് മനോജ്, 4ാം പ്രതി പാലന്തറയിൽ കുട്ടൻ എന്ന ബിജുകുമാർ, 5ാം പ്രതി കുര്യാത്തി സ്വദേശി രഞ്ജിത്ത് കുമാർ, 6ാം പ്രതി ബാലു എന്ന ബാലു മഹേന്ദ്രൻ, 7ാം പ്രതി ബബിൻ, 8ാം പ്രതി മുടവൂർ സതീഷ്, 9ാം പ്രതി ബോസ്, 10ാം പ്രതി മണികണ്ഠൻ എന്ന സതീഷ്, 12ാം പ്രതി വിനോദ് എന്ന വിനോദ് കുമാർ, 13ാം പ്രതി സുബീഷ് കുമാർ എന്നിവർക്കാണ് സെഷൻസ് കോടതി ജഡ്ജി മിനിമോൾ ഇരട്ട ജീവപര്യന്തം വിധിച്ചത്. 11ാം പ്രതിയായ ചക്കു എന്ന ഹരിലാലിന് പ്രതികളെ ഒളിപ്പിക്കാൻ സഹായിച്ചുവെന്ന കുറ്റത്തിന് 3 വർഷം തടവും 55,000 രൂപ പിഴയും ശിക്ഷ നൽകി. 15ാം പ്രതി RSS മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയായ ശിവലാലിനാണ് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത്. പ്രതികളിൽ നിന്ന് പിഴയായി ലഭിക്കുന്ന തുകയിൽ 3 ലക്ഷം രൂപ വിഷ്ണുവിന്റെ വീട്ടുകാർക്ക് നൽകണമെന്ന് കോടതി പറഞ്ഞു. 2008 ഏപ്രിൽ 1-നായിരുന്നു വിഷ്ണുവിനെ കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്യത്ത് എഴുത്തുകാർക്കെതിരെ അതിഭീകരമായ അസഹിഷ്ണുത വളരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. RSS ശക്തി പ്രാപിക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ഞെരിഞ്ഞമരുകയാണെന്നും മുഖ്യമന്ത്രി പാലക്കാട് കൂട്ടിച്ചേർത്തു. ഓൾ ഇന്ത്യ വീരശൈവ സഭ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എഴുത്തുകാർക്കെതിരെ അതിഭീകരമായ അസഹിഷ്ണുതയാണ് നമുക്കിവിടെ കാണാൻ കഴിയും. പ്രത്യേകിച്ച് സമീപകാലം സംഘപരിവാർ അവരുടെ നിലപാട്, അവരുടെ രാഷ്ട്രീയം രാജ്യത്ത് ഉറപ്പിക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ സാഹിത്യകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഞെരിഞ്ഞമരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കശ്മീരിലെ പാംപോറിൽ ശനിയാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ മട്ടന്നൂർ സ്വദേശി C രതീഷിന്റെ മൃതദേഹം സംസ്കരിച്ചു. മട്ടന്നൂർ കോടിപ്പുറത്ത് വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. കാശ്മീർ പാമ്പോറിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികൻ രതീഷിന്റെ മൃതദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ 9 മണിയോടെ എത്തിച്ചേർന്നു. DSC മേധാവിയും തലശ്ശേരി തഹസിൽദാരും ഏറ്റുവാങ്ങിയ മൃതദേഹം വിലാപയാത്രയായി ജന്മനാടായ കണ്ണൂർ മട്ടന്നൂർ കൊടോളിപ്പുറത്തേക്ക് കൊണ്ടുവന്നു. മാഹി അതിർത്തിയിൽ AN ഷംസീർ MLA മൃതദേഹം ഏറ്റുവാങ്ങി. ഉച്ചയ്ക്ക് 1:50 കൊടോളിപ്പുറം വീടിനടുത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, PK ശ്രീമതി MP, EP ജയരാജൻ MLA, CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ, CPI ജില്ലാ സെക്രട്ടറി സന്തോഷ്, DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി, KPCC ജനറൽ സെക്രട്ടറി K സുധാകരൻ, RSS ജില്ലാ കാര്യവാഹക് വത്സൻ തില്ലങ്കേരി തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരങ്ങൾ അർപ്പിച്ചു. കരസേനയുടെയും സംസ്ഥാന സർക്കാരിന്റെയും അന്ത്യോപചാരങ്ങൾക്ക് ശേഷം വീട്ടിൽ ഭാര്യയ്ക്കും അമ്മയ്ക്കും ബന്ധുക്കൾക്കുമായി പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചത്. രാഷ്ട്രത്തിന്റെ പൂർണ്ണ ബഹുമതികൾ ഏറ്റുവാങ്ങി കൊടോളിപ്പുറം ഗ്രാമത്തിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലികളും ഏറ്റുവാങ്ങി രതീഷ് ഇനി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളും. കൊടോളിപ്പുറത്ത് നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ആചാരാനുഷ്ഠാനത്തിന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ ശബരിമലയിലുണ്ടെങ്കിലും തീർത്ഥാടകർ സ്വന്തം നിലയ്ക്ക് ആചാരങ്ങൾ മാറ്റിയെഴുതിയാണ് മല കയറുന്നത്. എന്നാൽ ഇന്നിവിടെ നടക്കുന്നതിലധികവും അനാചാരമായി മാറുകയാണ്. രാജ്യത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ശബരിമലയ്ക്കുള്ള പ്രത്യേകത ആചാരാനുഷ്ഠാനത്തിലെ കാഠിന്യവും കർക്കശവുമാണ്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാകണം 18ാം പടി ചവിട്ടേണ്ടത്. എന്നാൽ ഇന്ന് കാര്യങ്ങളെല്ലാം തോന്നും പോലെ ഇല്ലാത്ത ആചാരത്തിന് പുറകെയാണ് തീർത്ഥാടകർ. മണികെട്ടൽ, ഭസ്മമെറിയൽ, തുണി സമർപ്പിക്കൽ, മഞ്ഞപ്പൊടി വിതർ എന്നിങ്ങനെ പോകുന്നു സന്നിധാനത്തെ നിലവിലെ ദുരാചാരങ്ങൾ. ഭക്തരുടെ അറിവിലേക്കായി ക്ഷേത്രതന്ത്രിയുടെ വാക്കുകൾ. ഇവിടുത്തെ ആചാരങ്ങളെക്കാട്ടിലും കൂടുതൽ ഇപ്പൊ അനാചാരങ്ങളുടെ പ്രവണത വർദ്ധിച്ചു വരുവാണ്. ഉദാഹരണത്തിന് താണ്ട ഈ മണി കെട്ടുന്നതിന് മുമ്പേ വലിച്ചു പറിച്ചുകൊണ്ട് പോവാം. അതുപോലെ തന്നെ മാളികപ്പുറത്ത് തന്ന ആ മാളികപ്പുറത്ത് ആ മഞ്ഞപ്പൊടി ആ ശ്രീകോവിലിന് ചുറ്റുമിട്ട് വികൃതമാക്കി വൃത്തികേടാക്കുവാണ്. വേറൊന്ന് കാര്യം, മാളികപ്പുറത്തിന്റെ ക്ഷേത്ര മേൽക്കൂരയിലേക്ക് ഉടയാടകൾ വലിച്ചെറിയുന്ന വേറൊരു
മോശമായ പ്രവണത. ഇതൊന്നും ആചാരങ്ങളിൽ പെട്ടതല്ല. ആചാരങ്ങളെക്കുറിച്ച് ബോധവൽക്കരണത്തിന് ദേവസ്വം ബോർഡ് കാര്യമായ നടപടി സ്വീകരിക്കാത്തതാണ് സന്നിധാനത്തെ ദുരാചാരങ്ങൾ വർദ്ധിക്കാൻ കാരണം. ദുരാചാരങ്ങളുടെ ബാക്കിപത്രമാകുന്ന വസ്തുക്കൾ വരെ കരാറുകാർക്ക് കരാർ നൽകി ധനാഗമന മാർഗം തേടുകയാണ് ദേവസ്വം ബോർഡ്. ന്യൂസ് ബ്യൂറോ, ശബരിമല.